Hello dears, Agila Miss ആണ്. അപ്പോൾ ദാ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ മക്കൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമുക്കറിയാം ഒരു നവംബർ മാസത്തോട് കൂടിയെങ്കിലും നമുക്കിതാ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റിവിഷൻ ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ബോർഡ് എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ നവംബറോട് കൂടി നമ്മൾ ഈ പറയുന്ന പോലെ സിലബസ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആവശ്യമാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ സയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സയൻസിൽ നമുക്ക് ടോട്ടൽ 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. കെമിസ്ട്രി, ഫിസിക്സ് അതുപോലെ തന്നെ ബയോളജിയിലുമായിട്ട് ഈ പറയുന്ന 13 ചാപ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നവംബർ ആകുമ്പോഴേക്ക് കവർ ചെയ്തെടുക്കാൻ സാധിക്കണം അല്ലേ. അതായത് കംപ്ലീറ്റ് സിലബസ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ദാ മെയ് മാസമായി അല്ലേ. അപ്പോൾ മെയ് മാസം ആകുമ്പോഴേക്കും നമ്മൾ പഠിച്ചെടുക്കേണ്ടത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 3 ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഫിസിക്സിൽ നമുക്കറിയാം ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. കെമിസ്ട്രിയിൽ വരുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ വരുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ബയോളജിയിലുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് പ്രോസസ്, ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഈ ഒരു മെയ്യോട് കൂടി തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത 3 സെറ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ജൂൺ മാസത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ജൂണിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ യെസ്, ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് നമ്മുടെ എന്താണ് ഫിസിക്സിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ദെൻ ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ നമുക്കുണ്ട്. ആൻഡ് ബയോളജിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സും നമുക്ക് ജൂണിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജൂണോട് കൂടി നമ്മൾ 6 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അല്ലേ. ഇനിയും നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മിസ് പറയുന്നത്. കാരണം നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും വലിയൊരു ചാപ്റ്റർ, അതായത് ഒരുപാട് ടൈം എടുത്തുകൊണ്ട് നമ്മൾ പഠിച്ച് സെറ്റാക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് നമുക്ക് കുറച്ചധികം സമയം വേണമെന്ന് മിസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജൂലൈ മാസം നമുക്ക് കൊടുക്കാം. ആ ജൂലൈ മാസത്തിൽ ഇലക്ട്രിസിറ്റിയോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടത് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ബയോളജിയിലോ ഉള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ ആണ്. അതായത് ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്, ബയോളജിയിലാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ്. ഈ 2 ചാപ്റ്റേഴ്സും കുറച്ച് സിമ്പിൾ ആണ്. അതായത് അതിൻ്റെ ഒരു നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോമ്പിനേഷൻ പോലെ നമ്മുടെ ഇലക്ട്രിസിറ്റിയോടെ കൂടെ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്തു, 2 ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ കവർ ചെയ്തു അല്ലേ. ഇനി വരുന്നത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പല സ്കൂളുകളിലും എന്താണ് ഓണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാസം കൂടുതലായിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഗസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ മതി. അത് ഏത് ചാപ്റ്റർ ആണെന്ന് അറിയാവോ, ജൂലൈയിൽ നമ്മൾ ഫിസിക്സിൻ്റെ കൂടെ ഒന്നുകിൽ ഒരു കെമിസ്ട്രിയിലെ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ബയോളജിയിലെ ചാപ്റ്റർ അല്ലേ പഠിച്ചത്. അപ്പോൾ പെൻഡിങ് വന്നിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഗസ്റ്റിൽ നമ്മൾ സെറ്റാക്കുന്നു. അതുമാത്രമല്ല ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതിനുള്ള ഒരു ടൈം കൂടിയാണ് നമ്മുടെ ഓഗസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് എന്താണ് എക്സാം ഉണ്ട് അല്ലേ, നമ്മുടെ മുന്നിൽ എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിട്ട് അതുവരെയുള്ള ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇനി നമ്മുടെ മുമ്പിലുള്ളത് സെപ്റ്റംബർ ആണ്. അപ്പോൾ സെപ്റ്റംബറിലേക്ക് വരുന്ന സമയത്ത് മക്കളെ നമ്മളിതാ വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്ക് വരുവാണ്. നമ്മുടെ കെമിസ്ട്രിയിലെ ഏറ്റവും വലിയൊരു ചാപ്റ്റർ, അല്ലെങ്കിൽ കുട്ടികളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന അല്ലെ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ പഠിക്കണം. കാരണം അതിനകത്തുള്ള കോൺസെപ്റ്റുകളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ, എക്സാമിന് ഫുൾ മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു സെപ്റ്റംബർ മാസം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ബാക്കിയുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. ആ ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സ് ഇപ്പോൾ എടുത്തു പറയുവാണെങ്കിൽ നമ്മുടെ ഫിസിക്സിൽ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. കെമിസ്ട്രി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ദെൻ നമ്മുടെ ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആൻഡ് അവർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ
ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നവംബറോട് കൂടി നമ്മുടെ സയൻസിലുള്ള 13 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ തന്നെ ഓഗസ്റ്റിൽ നമ്മൾ ചെറിയൊരു റിവിഷനും എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നവംബർ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യാൻ പോവാണ്. വെറും റിവിഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PYQs നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ച് സെറ്റാക്കുന്നുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ക്ലാസ് 10 CBSE എന്ന് പറയുന്ന ബോർഡ് എക്സാം എന്ന് പറയുന്ന ഒരു കടമ്പ നമ്മളിതാ എന്ത് ചെയ്യാൻ പോവാണ്, ക്രാക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ഒരു പ്ലാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ സയൻസിൽ നമുക്ക് അടിപൊളിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ മാർക്ക് ഒരു പേടിയും കൂടാതെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഒരു പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും ഒരു പേടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് മിസ്സിന് അറിയാം. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലം ഉള്ളത്. അതായത് നമ്മുടെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ഇതേ പ്ലാനോട് കൂടി തന്നെയാണ് സയൻസ് മാത്രമല്ല ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനകത്തുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് മക്കൾ ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളോടാണ് മിസ് പറയുന്നത്, നമ്മളിതാ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, നമ്മുടെ അസ്ത്ര 2.0 ബാച്ച്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇനിയും നിങ്ങൾ വൈകിട്ടില്ല എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അസ്ത്ര 2.0 ബാച്ചിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഇതാ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും. അടിപൊളിയായിട്ട് ക്ലാസ് 10 CBSE നമുക്ക് പഠിച്ചെടുക്കണം. ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക്, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അടിപൊളിയായിട്ടിരിക്കുക. നമ്മുടെ അസ്ത്ര ബാച്ചിൽ കാണാം. ബൈ.